1991 ബെൽജിയത്തിൽ ജനനം. ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ ലോകം അറിയാൻ തുടങ്ങി. ജെൻ കെയിൽ ലീഗ് കിരീടം നേടിയ ശേഷം ചെൽസിയിലേക്ക്. പക്ഷേ ചെൽസിയിൽ അവസരങ്ങൾ കുറവായിരുന്നതിനാൽ വേണ്ട രീതിയിൽ അദ്ദേഹത്തിനെ ഉപയോഗിക്കാൻ അവർക്ക് സാധിച്ചില്ല. ചെൽസിയിൽ നിന്ന് ലോൺ അടിസ്ഥാനത്തിൽ വെർഡർ ബ്രെമനിലേക്ക് പോയി. അവിടെ 33 കളികളിൽ നിന്ന് 10 ഗോളുകൾ. പിന്നീട് വോൾസ്ബർഗിലേക്ക്. അവിടെ നിന്നാണ് കൂടുതൽ പേർ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ അറിയാൻ തുടങ്ങിയത്. പുതിയ അവസരങ്ങൾ തേടി വരുന്നതും അവിടെ വെച്ച് തന്നെ. കാലുകൊണ്ട് മാത്രമല്ല ഫുട്ബോൾ കളിക്കുന്നതെന്ന് ലോകത്തിന് കാട്ടിത്തന്ന താരം. അവൻ്റെ ഓരോ പാസും ഡിഫൻഡർമാർക്ക് എന്നും ഒരു തലവേദനയായിരുന്നു. വോൾസ്ബർഗിൽ നിന്നും മാഞ്ചസ്റ്റർ സിറ്റിയിൽ വന്നതോടെ അവൻ ആരാണെന്ന് ഫുട്ബോൾ ലോകത്തിന് മനസ്സിലായി. തള്ളിപ്പറഞ്ഞ ക്ലബ്ബുകൾക്കും വേണ്ടെന്ന് പറഞ്ഞ് നിരസിച്ചവർക്ക് മുന്നിലൂടെ അജയ്യനായി. ഫുട്ബോൾ ലോകത്തിലെ ഏറ്റവും നല്ല പ്ലേ മേക്കർ കിങ്ങായി അവൻ മാറി. എത്ര കണ്ടാലും മനസ്സുമെടുക്കാത്ത സുന്ദരമായ പാസുകൾ, എതിർ ടീമിൻ്റെ നെഞ്ചു പിളർത്തിയ പവർ ഷോട്ടുകൾ, ആരെയും പിടിച്ചിരുത്തുന്ന എണ്ണം പറഞ്ഞ ക്രോസുകൾ. അതെ, അവനാണ് കെവിൻ ഡി ബ്രൂയ്ൻ. എതിരാളികൾക്ക് മുന്നിൽ നെഞ്ചും വിരിച്ച് സ്വന്തം ടീമിനെ ജയത്തിലേക്ക് എത്തിക്കാൻ ചുക്കാൻ പിടിച്ച റിയൽ ഗ്ലാഡിയേറ്റർ. മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി 421 മത്സരത്തിൽ നിന്ന് 108 സുന്ദരൻ ഗോളുകൾ. അതുപോലെ തന്നെ എതിർ ടീമുകൾക്ക് പേടി സ്വപ്നമായ ലോകോത്തര അസിസ്റ്റുകൾ. 2025 മെയ് മാസത്തിൽ അവൻ മാഞ്ചസ്റ്റർ സിറ്റിയോട് വിട പറഞ്ഞു. ലാസ്റ്റ് കളിയിൽ ആരാധകർ കണ്ണീരുമായി താങ്ക് യു കെവിൻ എന്നെഴുതിയ ബാനറുകളുമായി ഗ്രൗണ്ടിൽ വന്നു. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം കെവിൻ ഫുട്ബോൾ ലോകത്തിന് നൽകിയ സംഭാവനകൾ എത്ര വലുതാണെന്ന്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ തുടങ്ങുന്നു: ഇത് എൻ്റെ കുടുംബമാണ്. ഞാൻ എൻ്റെ ജീവിതത്തിലെ മികച്ച വർഷങ്ങൾ ഇവിടെ കഴിഞ്ഞു. എല്ലാവർക്കും സ്നേഹവും കടപ്പാടും നിറഞ്ഞ നന്ദി.